ഇപ്പോൾ ഈ സൂംബ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവരിക. അത് ലഹരിക്കെതിരെയുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ഇത് മ്യൂസിക് ഇട്ടുങ്ങാണ്ട് ഇത് ചാടിക്കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതന്നെയാണ് പിന്നെ DJ പാർട്ടിക്ക് കുട്ടികളെ എത്തിക്കുക. ആ DJ പാർട്ടിയിലാണ് എല്ലാ ലഹരിയും, അതിലാണ് കുട്ടികളെ തച്ചു കൊല്ലണത്. ശരിക്കും ഇത് ലഹരിക്ക് അവസാനം എത്തുക ചെയ്യുക. ഈ കീർത്തന ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഒരു ക്യാമ്പയിൻ നമ്മൾ സംഘടിപ്പിച്ചപ്പോൾ അതിൽ ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സോംബ ക്ലാസ് അവൾ കഴിഞ്ഞ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. ഈ സൂംബ കുട്ടികളെ ഒന്ന് രസിപ്പിക്കാനും ഇതാണ് നമ്മളെ ലഹരി, അതായത് കായിക ക്ഷമതയാണ് നമ്മുടെ ലഹരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂംബ ക്ലാസ് കൈകാര്യം ചെയ്തത് ഈ കുട്ടികൾ. ഈ കീർത്തനയ്ക്ക് ശേഷം നമ്മൾ ഇവളെ വിളിപ്പിച്ചു, എന്തെങ്കിലും കാവ്യയെ വിളിപ്പിച്ചു, എന്തെങ്കിലും പങ്കുണ്ടോ, ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു. ആർക്കെങ്കിലും ഇതിൽ പങ്ക് ഉണ്ടെങ്കിൽ അവർ ഉടനെ റിസൈൻ ചെയ്ത് പോയിക്കൊള്ളണം എന്ന് നമ്മൾ പറഞ്ഞു. നമുക്കറിയാം, സൂംബ വിവാദം വലിയ തരത്തിൽ ചർച്ചയായപ്പോൾ TP ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ: ഭിന്നത സൃഷ്ടിക്കരുത് സമൂഹത്തിൽ. അത് സമൂഹം ഏറ്റെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഈ ഒരു സന്ദർഭത്തിൽ തികച്ചും അനാവശ്യമായ, അങ്ങനെയാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്, ഒരു തർക്കത്തിലേക്ക്, ഒരു വിവാദത്തിലേക്ക് കേരളത്തെ കൊണ്ടുചെന്നെത്തിച്ചത് അപകടകരമായിപ്പോയി. യഥാർത്ഥത്തിൽ അതിന് മാത്രമുള്ള ഒരു പ്രശ്നമൊന്നും ഒരു ഗവൺമെന്റ് ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലോ ഉണ്ടായിട്ടില്ല. ഈ പല പരിഷ്കരണങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുട്ടികളെ ആവേശഭരിതരാക്കി അവരെ സാമൂഹ്യമായി അവരെ യോജിപ്പിച്ച് നിർത്തുന്ന ഒരു പദ്ധതി എന്നുള്ള നിലക്ക് ഗവൺമെന്റ് ഈ പ്രോഗ്രാമിനെ അവതരിപ്പിച്ചതാണ്. അറസ്റ്റിലായ കീർത്തന കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സൂംബ പരിശീലകയായിരുന്നുവെന്നും യൂത്ത് ലീഗ് ആരോപിക്കുകയാണ്. പക്ഷേ അത് മതത്തിൻ്റെതായ നിരക്ക് കൊണ്ടുവന്ന് ഇല്ലാത്ത വിശദീകരണങ്ങൾ, അതിലേറ്റവും തെളിവായി തന്നെ ആദ്യമായി തന്നെ ഇതിനെ തിരികൊളുത്തിയ ശക്തികളിൽ നിന്ന് ഉണ്ടായ വിവാദങ്ങൾ. ഇപ്പോൾ സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ അത് പരിശീലനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്, ആ കാര്യത്തിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ ടീനേജ് പ്രായത്തിലുള്ള മക്കളെ അവർ, ആൺകുട്ടികളും പെൺകുട്ടികളും, അവർ ഒന്നിച്ചു വെച്ചിട്ട് അവർ കളിക്കുന്ന കളിയാണ്. മിക്കവാറും ഞാൻ കണ്ടിടത്തോളം എല്ലാ വീഡിയോയിലുള്ളത് അല്പവസ്ത്രധാരികളാണ്. എന്താണ് വിവാദം ഇതിനെ സംബന്ധിച്ച്? ഇവിടെ ഉന്നയിച്ച ഈ ആദ്യത്തെ ഈ അഭിപ്രായ ഈ ആശയങ്ങൾ തുടങ്ങി വെച്ച വ്യക്തിയുടെ ഫേസ്ബുക്കിൽ തന്നെ യഥാർത്ഥത്തിൽ പ്രകടിപ്പിക്കുന്ന രണ്ടും ഇവിടെ പ്രകടമായി ഇല്ലാത്തതാണ്, അതിനെ പർവ്വതീകരിച്ചതാണ്. അതായത് ഡ്രസ്സിലുള്ള ഇകഴ്ത്തലുകൾ, അതേപ്രകാരം മറ്റു അവർ സൂചിപ്പിക്കുന്ന ഇടകലർന്ന്, ആൺപെൺ ഇടകലർന്ന് ചെയ്യുന്ന ഒരു നൃത്ത സ്റ്റെപ്പുകൾ എന്ന നിലക്ക് കുട്ടിയുടെ ഡ്രസ്സിനെ സംബന്ധിച്ചും, അതേപ്രകാരം ആൺപെൺ ഇടകലർന്ന് നൃത്തം ചവിട്ടുന്നതിനെ സംബന്ധിച്ചും എല്ലാം പറഞ്ഞത് തികച്ചും അവിവേകമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. സ്കൂളുകളിൽ സൂംബ പരിശീലനം നടപ്പാക്കാനുള്ള നീക്കത്തെ എതിർക്കുന്നവരെ പ്രാകൃത ചിന്താഗതിക്കാർ എന്ന് വിശേഷിപ്പിച്ച മന്ത്രി ആർ ബിന്ദുവിനെതിരെ KNM നേതാവ് ഹുസൈൻ മടവൂർ രംഗത്ത്. സർക്കാർ 19ാം നൂറ്റാണ്ടിൽ നിന്ന് പിന്നിലേക്ക് പോവുകയാണെന്നും വസ്ത്രങ്ങളില്ലാത്ത കാലത്തേക്ക് കുട്ടികളെ എത്തിക്കാനാണോ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. സ്കൂളുകളിൽ സൂംബ പരിശീലനം വേണമെന്ന നിർദ്ദേശം ശാസ്ത്രീയ അടിത്തറയില്ലാത്തതും സംസ്കാരത്തിന് നിരക്കാത്തതുമാണെന്ന് ഹുസൈൻ മടവൂർ വിമർശിച്ചു. 19ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകുകയാണോ എന്ന് മന്ത്രി ചോദിക്കുന്നു. എന്നാൽ അതിനും കുറെ കാലം പിന്നിലേക്ക് പോയാൽ വസ്ത്രങ്ങളില്ലായിരുന്നു. പിന്നീട് പരിഷ്കരിച്ചാണ് കുടുംബവും വസ്ത്രധാരണവും ആൺപെൺ നിയമങ്ങളുമെല്ലാം ഉണ്ടായത്. അല്പവസ്ത്രം ധരിച്ച് അവതരിപ്പിക്കുന്ന നൃത്തമായാണ് സൂംബ വീഡിയോകളെല്ലാം കണ്ടിട്ടുള്ളത്. അത്തരത്തിൽ സ്കൂളുകളിൽ കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇടകലർന്ന് ആടുകയും ചാടുകയും കളിക്കുകയും ചെയ്യുമ്പോൾ അത് അവരുടെ മാനസികാവസ്ഥയെ മോശപ്പെടുത്തുന്നു. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒന്നിച്ച് നിന്ന്
ആടുകയും ചാടുകയും കളിക്കുകയും ചെയ്യുമ്പോൾ അത് അവരുടെ മാനസികമായ അവസ്ഥയെ മോശപ്പെടുത്തുക ചെയ്യുക. നേരത്തെ അല്പവസ്ത്രധാരികളായിട്ടാണ് പറഞ്ഞത്. സ്കൂൾ യൂണിഫോമിലാണ് ഇത് നടപ്പാക്കുന്നതെങ്കിലോ ആണെങ്കിലും ഈ പ്രായത്തിൽ ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രായത്തിലെ കുട്ടികൾ അവരുടെ ശരീരഭാഗങ്ങൾ അത് പ്രകടിപ്പിക്കുന്ന വിധത്തിലുള്ള ഡ്രില്ല് ഇങ്ങനെ മിക്സഡായിട്ട് ചെയ്തുകൂടാ. അത് ബുദ്ധിമുട്ടുണ്ടാക്കും. യാതൊരു ശാസ്ത്രീയമായ അടിത്തറയുമില്ലാതെ, പഠനങ്ങൾ നടത്താതെ, പ്രായോഗികത നോക്കാതെ, ഇവിടുത്തെ മനുഷ്യരുടെ സാംസ്കാരികമായ നിലവാരം നോക്കാതെയാണ് ഇതൊക്കെ പറയുന്നത്.